ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ദൈവാരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമക്കൾ ദൈവത്തെ സ്നേഹിക്കുന്നവരും മനുഷ്യരെ സ്നേഹിക്കുന്നവരുമാണ്. ഇത് ദൈവമക്കളുടെ ഒരു പ്രത്യേകതയാണ്. ദൈവമക്കൾ ദൈവത്തെ സ്നേഹിക്കുന്നവരും മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യരോട് കരുണ കാണിക്കാത്ത, മനുഷ്യരുടെ സങ്കടങ്ങളിൽ അവനെ സഹായിക്കാത്ത ഒരുവന് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുമോ? മനുഷ്യൻ്റെ സങ്കടങ്ങളെ കണ്ട് മാറി കടന്നു പോകുന്ന ഒരാൾക്ക് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ തെളിവ് മനുഷ്യനെ സ്നേഹിക്കുന്നതാണ്, മനുഷ്യൻ്റെ സങ്കടങ്ങളെ കാണുന്നതാണ്, മനുഷ്യനോട് മനസ്സലിവ് കാണിക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നതിന് തെളിവായി നമ്മൾ വയ്ക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് അവൻ മനുഷ്യനെ സ്നേഹിക്കുന്നതാണ്. മനുഷ്യനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 37 വരെയുള്ള വേദഭാഗമാണ്. ലൂക്കോസ് 10, 25 മുതൽ 37 വരെയുള്ള വേദഭാഗം. അത് ഒന്ന് വായിക്കാം. എല്ലാവർക്കും അത് എടുക്കാം, എന്നിട്ട് നമുക്കൊന്ന് വായിക്കാം. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതിയിരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചുപോയി. ആ വഴിയിൽ എതിർച്ചയാ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്ത് എത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമര്യനോ വഴിപോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവൻ്റെ അടുക്കൽ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് നല്ല ശമരിയക്കാരൻ്റെ ഉപമ. നമുക്ക് തന്നെയല്ല, ബൈബിൾ അറിയാവുന്നവർക്കല്ല, അല്ലാത്തവർക്കും ലോകത്തിലുള്ളവർക്കൊക്കെ നല്ല ശമരിയക്കാരൻ്റെ ഉപമ വളരെ പരിചിതമായ ഉപമയാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഉപമയാണ്. കാരണം ഇതൊരു സാമൂഹിക ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുന്നതാണ്. നല്ലവനായിട്ട് ജീവിക്കണം, കരുണ ചെയ്യണം, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ബൈബിൾ അറിയാത്തവരും കമ്മ്യൂണിസ്റ്റുകാർ പോലും മറ്റുള്ളവരെ സഹായിക്കണമെന്ന് പറയുന്നതിന് ഈ ഉപമ ഇത് പറയാറുണ്ട്. നല്ല ശമരിയക്കാരനാകണം. ബൈബിളിനെ കുറിച്ചൊന്നും അറിയാത്തവർ പോലും പറയുന്ന ഒരു കഥയാണ് ഈ നല്ല ശമരിയക്കാരൻ്റെ ഉപമ. എന്നാൽ ഇതിൽ കർത്താവ് എന്താണ് യഥാർത്ഥത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇത് ഒരു നല്ല ശമരിയക്കാരനായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണോ ഇതിൻ്റെ കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണോ എന്ന് നമുക്ക് ഈ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. മാത്രമല്ല, എഴുതിയ ലൂക്കോസ് എന്താണ് നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നും നമുക്ക് ഈ വചനത്തിൽ നിന്ന് ഒന്ന് ചിന്തിക്കാമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നല്ലൊരു സന്ദേശമാണ് ഈ ഉപമ എന്ന് നമുക്കറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ വ്യാഖ്യാനം? നമുക്ക് വേദഭാഗത്തേക്ക് വരാം. ഈ വേദഭാഗം എഴുതിയിരിക്കുന്നത് യേശുവും ഒരു ന്യായശാസ്ത്രി തമ്മിലുള്ള ഒരു ഡിബേറ്റാണ്.
ഇതിൻ്റെ 25 മുതൽ 29 വരെയുള്ള വേദഭാഗം ഈ ഉപമയിലേക്ക് നയിക്കുന്ന അതിൻ്റെ പശ്ചാത്തലമാണ്. എന്തുകൊണ്ടാണ് കർത്താവ് ഈ ഉപമ പറയാനായിട്ടുള്ള കാരണം? അതിൻ്റെ കോണ്ടെക്സ്റ്റാണ് 25 മുതൽ 29 വരെയുള്ള വേദഭാഗം. ഈ ഡിബേറ്റ് ഇങ്ങനെയാണ് പോകുന്നത്. ന്യായശാസ്ത്രി ഒരു ചോദ്യം ചോദിക്കുന്നു, കർത്താവ് അതിന് മറുപടി പറയുന്നില്ല, തിരിച്ച് ഒരു മറുചോദ്യം ചോദിക്കുന്നു. അതിന് ഉത്തരമായിട്ട് ന്യായശാസ്ത്രി മറുപടി പറയുന്നു, അതിന് പ്രതികരിക്കുന്നു. ഈ ഒരു രീതിയിലാണ് ഈ വേദഭാഗം മുമ്പോട്ട് പോകുന്നത്. അതിനുശേഷം 30 മുതൽ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ മെയിൻ ഭാഗമാണ്, അതിൻ്റെ ഉപമ പറയുന്നു. അതും അങ്ങനെ തന്നെയാണ്. ന്യായശാസ്ത്രി ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന് മറുപടിയായി കർത്താവ് ഒരു ഉപമ പറയുന്നു. ഉപമയ്ക്ക് ശേഷം ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന് മറുപടി ന്യായശാസ്ത്രി പറയുന്നു, അതിന് പ്രതികരിക്കുകയാണ് കർത്താവ്. ഇങ്ങനെ 2 പോർഷനും ഒരേ നിലയിൽ മുമ്പോട്ട് പോകുന്ന ഒരു വേദഭാഗമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. നമുക്കിതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരാം. അതിൻ്റെ 25 മുതൽ 29 വരെയുള്ള വേദഭാഗത്ത് ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം എന്ന ഒരു ചോദ്യം ചോദിക്കുക. ന്യായശാസ്ത്രി എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിലെ പരിജ്ഞാനമുള്ള ആളാണ്, ഒരു ലോയറാണ്. ന്യായപ്രമാണം പഠിച്ച് ന്യായപ്രമാണപ്രകാരം അവിടെ കോടതിയിൽ വിധിക്കുന്നയാളാണ്. ന്യായപ്രമാണത്തിൻ്റെ പണ്ഡിതനാണ്. ഒരുപക്ഷെ പൗലോസ് പറഞ്ഞതുപോലെ ഗമാലിയേലിൻ്റെ പാഠശാലയിൽ ന്യായപ്രമാണം പഠിച്ചവനായിരിക്കാം. അന്ന് കർത്താവിൻ്റെ കാലത്ത് സൻഹിദ്രീൻ സംഘമുണ്ടായിരുന്നു. 72 സൻഹിദ്രീൻ സംഘക്കാരാണ് കർത്താവിനെ ന്യായം വിധിച്ചത്. അതിൽപ്പെട്ട ഒരുവനാകാനും സാധ്യതയുണ്ട്. അപ്പോൾ വളരെ പണ്ഡിതനായിരിക്കുന്ന, ന്യായപ്രമാണത്തെക്കുറിച്ച് നല്ല അറിവുള്ള ഒരു ന്യായശാസ്ത്രിയാണ് വന്നു നിന്നുകൊണ്ട് കർത്താവിനെ ഗുരു എന്ന് വിളിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നത്. എഴുന്നേറ്റ് നിന്ന് വളരെ ബഹുമാനത്തോടു കൂടിയാണ്. അന്നത്തെ കാലത്ത് ചോദ്യം ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നൊക്കെയാണ് ചോദിക്കുന്നത്. എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം? നല്ല ചോദ്യമാണ്. ഇന്നത്തെ കാലത്ത് ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ് കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ലോകമാണ് ഇന്ന്. സുവിശേഷമൊക്കെ പറയാനായിട്ട് പോകുമ്പോൾ നിത്യജീവനെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, അതിനപ്പുറമുള്ളൊരു ജീവിതത്തെക്കുറിച്ചൊന്നും ആരും ഭയമില്ലാത്ത, ദൈവഭയമില്ലാത്ത ഒരു കാലത്താണ് ന്യായശാസ്ത്രി. ഈ കാലത്ത് ന്യായശാസ്ത്രി ഇങ്ങനെ ചോദ്യം ചോദിച്ചു. ഇന്നത്തെ കാലത്ത് അങ്ങനെ ചോദ്യം ചോദിക്കുന്നുവെങ്കിൽ എത്ര അനുഗ്രഹമാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ചോദ്യം ചോദിക്കുവാനായിട്ട് ആർക്കും കഴിയുന്നില്ല. എല്ലാവരോടും പറയുമ്പോൾ ബൈബിൾ അറിയുന്നു, ബൈബിളിനെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന ആളുകളോട് പറയുമ്പോൾ ഇതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ചിന്തിക്കാൻ ആളുകൾക്ക് മടിയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ജീവിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ നല്ല നിലയിലൊക്കെ ജീവിക്കണം, അത്രയേ ഉള്ളൂ എന്ന് പറയുന്നൊരു കാലത്ത് ആണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് സങ്കടകരമാണ്. നല്ല ചോദ്യങ്ങൾ ചോദിക്കുവാൻ, നിത്യജീവനെക്കുറിച്ച് ഉള്ള കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഇങ്ങനെയുണ്ടല്ലോ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്ന ഉത്തരം ഇതാണ്, അതൊക്കെ മനുഷ്യൻ ഇന്നത്തെ കാലത്തൊക്കെ ഒന്ന് നന്നായിട്ട് ജീവിക്കണം, അതുകൊണ്ട് എഴുതി വച്ചിരിക്കുന്നതെന്ന് പറയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നത്രയും സങ്കടകരമാണ്. എന്നാൽ ഇവിടെ ന്യായശാസ്ത്രി വന്ന് ചോദിക്കുന്ന കാര്യം നിത്യജീവൻ അവകാശിയായി തീരുവാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. യേശു അതിന് നേരെ മറുപടി പറഞ്ഞില്ല കേട്ടോ. യേശു അതിന് നേരെ മറുപടി പറഞ്ഞില്ല. കാരണം ചോദ്യത്തിൻ്റെ ഉദ്ദേശം കർത്താവിന് മനസ്സിലായി. എങ്ങനെയാണ് ചോദിച്ചത്? അവനെ പരീക്ഷിച്ച് ചോദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനെ പരീക്ഷിച്ച് ചോദിച്ചു. കർത്താവിനോട് അവന് ഇതെങ്ങനെ നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ള താല്പര്യത്തിൽ ചോദിച്ചതല്ല. കർത്താവിനെ കൊടുക്കുക, ഇതായിരുന്നു അവൻ്റെ ലക്ഷ്യം. കർത്താവിനെ പരീക്ഷിക്കുക, കർത്താവിനെ ചെറുതായിട്ട് കാണിക്കുക, അവൻ്റെ പരിജ്ഞാനത്തെ വെളിപ്പെടുത്തുക, ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ന്യായശാസ്ത്രി ഈ ചോദ്യം ചോദിച്ചത്. പലപ്പോഴും കർത്താവിനോട് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയുന്നത് കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൃത്യമായിട്ട് ഉത്തരം ലഭിക്കേണ്ടതിന് വേണ്ടിയിട്ടല്ല. മറ്റൊരു ചോദ്യം ഉണ്ടല്ലോ, സീസറിന് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് വാക്കിൽ കൊടുക്കേണ്ടതിന് കർത്താവിനോട് ചോദിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന് തക്കതായ മറുപടി കൊടുത്തു. ഒരു കോയിൻ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സീസറിൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന് പറഞ്ഞു. കർത്താവിന് കൊടുക്കേണ്ടതിന് ഒരുപാട് ആളുകൾ പരിശ്രമിച്ചു. അതിലൊരാളായിരുന്നു ന്യായശാസ്ത്രി. അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അവനെ പരീക്ഷിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. കർത്താവിനെ കൊടുക്കണം. കാരണം കർത്താവിന് ഒരുപാട് ആളുകൾ കർത്താവിനെ പിൻപറ്റുന്നു. ഇതിൻ്റെ 9-ാമത്തെ അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ
കാണാം 5000 പേർ ചുറ്റുമിരുന്നവർക്ക് അവൻ ആഹാരം കൊടുത്തു. അനേകം പേര് കർത്താവിനെ ഫോളോ ചെയ്യുകയാണ്, അവനെ ഗുരുവെന്ന് കണക്കാക്കുന്നു. ന്യായശാസ്ത്രിക്കൊന്നൊരു വിലയില്ലാതായി തീർന്നിരിക്കുന്നു. കർത്താവ് ന്യായപ്രമാണത്തെ വിശദീകരിക്കുന്നു. ന്യായശാസ്ത്രിമാർ വിശദീകരിക്കേണ്ട ന്യായപ്രമാണത്തെ ഒരു തച്ചൻ്റെ മകനായിരിക്കുന്ന ജോസഫിൻ്റെ മകൻ വിശദീകരിക്കുന്നു. ഇവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. 9-ാമത്തെ അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പറയുന്നത്: പിറ്റേന്നാൾ അവർ മലയിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റ് ചെന്നു. ബഹുപുരുഷാരം കർത്താവിൻ്റെ പിന്നാലെ ചെല്ലുന്നു. കർത്താവ് ന്യായപ്രമാണത്തെക്കുറിച്ച് വിശദീകരിക്കുവാനായിട്ട് അധികാരമില്ലാത്ത കർത്താവ് ന്യായപ്രമാണത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും അവരോട് വിശദീകരിക്കുന്നു. ഇതൊന്നും അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. കർത്താവിനെ കുറിച്ച് കാണിക്കണം, അവന് സ്കോർ ചെയ്യണം. ഇതാണ് ന്യായശാസ്ത്രിയുടെ ലക്ഷ്യം. പലപ്പോഴും നമ്മുടെ ലക്ഷ്യം ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ ചോദിക്കുന്ന തിയോളജിക്കലി ക്വസ്റ്റ്യനാണ്. നമ്മൾ തിയോളജിക്കലി ചോദ്യം ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ലക്ഷ്യം എന്ത് മനസ്സിലാക്കണം, എന്തതിൽ നിന്ന് ആത്മീക വർധന വരുത്തണം, എന്ത് നമുക്കതിന് ചർച്ച ചെയ്ത് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുന്ന ചോദ്യങ്ങളല്ല പലപ്പോഴും നമ്മുടെ ചോദ്യം. കൊടുക്കണം, ചോദിക്കുന്ന എൻ്റെ പരിജ്ഞാനത്തെ ലോകത്തിന് വെളിപ്പെടുത്തണം. ഈ നിലയിലും നമ്മൾക്കും ചോദ്യം ചോദിക്കാനായിട്ട് കഴിയും. എന്നാൽ കർത്താവ് ഇവിടെ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് കർത്താവ് അതിന് നേരിട്ട് മറുപടി പറയാതെ അതിന് ഒരു മറുചോദ്യം ചോദിക്കുക. കർത്താവ് ചോദിക്കുന്നത്, നിൻ്റെ ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് മറുചോദ്യം ചോദിച്ചു. അതിനവൻ, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. വളരെ നല്ല മറുപടിയാണ് കർത്താവ് പറഞ്ഞു. ഇനി നല്ല മറുപടി പറഞ്ഞു. ഇത് ആവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ നിന്നും ലേവ്യ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കൽപ്പന ന്യായശാസ്ത്രി പറയുന്നത്. അവൻ്റെ പരിജ്ഞാനം എത്ര വലുതാണ്, ഒന്നും ചിന്തിക്കേണ്ട കാര്യം വന്നില്ല. അവൻ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടുകൂടി സ്നേഹിക്കണം. അതുപോലെ തന്നെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. മുഖ്യമായിരിക്കുന്ന കൽപ്പന എന്ന് കർത്താവിനോട് ഒരാൾ ചോദിക്കുമ്പോഴും മർക്കോസിൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ പ്രധാന കൽപ്പന ഏത് എന്ന്, മുഖ്യ കൽപ്പന ഏതെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നതും ഈ കൽപ്പന തന്നെയാണ്. 10 കൽപ്പനയുണ്ട് ന്യായപ്രമാണത്തിൽ. അതിനുശേഷം എല്ലാം അവർ പരിശോധിച്ച് അതിനെ ഒരു 613 ഉപകൽപ്പനയും അവർ കണ്ടെത്തിയിട്ടുണ്ട് ന്യായശാസ്ത്രിമാർ. 10 കൽപ്പനയും ഉപകൽപ്പനയായിരിക്കുന്ന 610 കൽപ്പനകളും 13 കൽപ്പനകൾ ഉൾപ്പെടെ യോജിച്ച് നിൽക്കുന്ന, അതിനെ സംഗ്രഹിച്ചിരിക്കുന്ന 2 കൽപ്പനയാണിത്. മുഖ്യമായിരിക്കുന്ന കൽപ്പന, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കണം, അതുപോലെ തന്നെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഈ പറഞ്ഞതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഈ പറഞ്ഞതുപോലെ മനുഷ്യനെ സ്നേഹിക്കുന്നുവെങ്കിൽ മറ്റ് കൽപ്പനകളൊക്കെ അനുസരിക്കാനായിട്ട് സാധിക്കും. മറ്റ് കൽപ്പനകൾ ഏതെങ്കിലും ഒന്ന് ലംഘിക്കുകയാണെങ്കിൽ ഈ കൽപ്പനകളെ ലംഘിക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് ശരി എന്ന് കർത്താവ് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, നീ അങ്ങനെ തന്നെ ചെയ്യുക. വളരെ പ്രയാസമുള്ള ഒരു ഭാഗമാണ് കേട്ടോ. കൃപയാലുള്ള രക്ഷയെക്കുറിച്ച് ബൈബിൾ മുഴുവൻ പറയുമ്പോൾ കർത്താവ് ഇവിടെ ന്യായശാസ്ത്രിയോട് പറയുകയാണ്, നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്ത് നീ അങ്ങനെ തന്നെ ചെയ്ത് നീ നിത്യജീവൻ പ്രാപിക്കുക എന്നാണോ കർത്താവ് അവിടെ പറഞ്ഞത്? കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നീ ഉത്തരം പറഞ്ഞത് ശരി, അങ്ങനെ തന്നെ ചെയ്യുക. എന്നാൽ ഈ ആശയത്തിലാണോ കർത്താവ് അങ്ങനെ അവനോട് പറഞ്ഞത്? ഇങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്. നീ പൂർണ്ണമായും ഈ പറഞ്ഞ നിലവാരത്തിൽ ദൈവത്തെ സ്നേഹിക്കുകയും ഇതുപോലെ തന്നെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുകയും ചെയ്ത് നീ കാണിക്കുക. നീ അങ്ങനെ സ്നേഹിച്ച് നീ നിത്യജീവൻ പ്രാപിക്കുക. ഇങ്ങനെയുള്ള ഒരു അർത്ഥത്തിലാണ് കർത്താവ് അവനോട് പറയുന്നത്. ഇങ്ങനെ ആർക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കും? കർത്താവ് അവനോട് പറയുന്നത് നിനക്കതിന് കഴിയുകയില്ല എന്ന് തന്നെയാണ്. പൂർണ്ണ ഹൃദയത്തോടെ ഈ നിലവാരത്തിൽ, ഈ സ്റ്റാൻഡേർഡിൽ ദൈവത്തെ സ്നേഹിച്ച് നീ കാണിക്കുക. ഇതാണ് കർത്താവിൻ്റെ അവനോടുള്ള അതിനുള്ള മറുപടി. അവനത് മനസ്സിലാക്കി കേട്ടോ. ഇങ്ങനെയാണ് ചോദിച്ചതെന്ന് അടുത്ത വാക്യം വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ,
പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ആർക്കാ സാധിക്കുക? ആർക്ക് സാധിക്കുക? നമുക്ക് സാധിക്കുമോ? ഒരു നിമിഷത്തേക്കല്ല, ജീവിതത്തിൻ്റെ ഉടനീളം, ജനിക്കുന്ന അന്ന് മുതൽ മരണം വരെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കാൻ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആർക്കാ സാധിക്കുക? ആർക്കും സാധിക്കില്ല. അതുപോലെ തന്നെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ആർക്ക് പറ്റും? എന്നെപ്പോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് പലപ്പോഴും വലിയ സ്നേഹം മറ്റുള്ളവരോട് പല സാഹചര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നിന്നെപ്പോലെ തന്നെ ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് എനിക്ക് കഴിയുമോ? സാധിക്കില്ല കേട്ടോ. അങ്ങനെ കഴിയുമെന്ന് പറയുന്നത്, ഇത് കഴിയുമെന്ന് പറയുന്നവനാണ് സ്വയനീതിക്കാരൻ. കഴിയുമെന്ന് പറയുന്നവൻ നുണ പറയുന്നു. അങ്ങനെ കഴിയുകയില്ല. കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിനെ നമ്മളെപ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ വേണ്ട, പലപ്പോഴും കർത്താവിനെ സ്നേഹിക്കുകയല്ല. ജീവിതത്തിൻ്റെ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ കർത്താവിനോട് നമുക്ക് ദേഷ്യമാണ്. കർത്താവിനെ സ്നേഹിക്കുകയല്ല, കർത്താവ് എൻ്റെ ജീവിതത്തിൽ കർത്താവിനോട് പരാതിയാണ്. ദൈവമക്കൾക്കുള്ള കാര്യമാണ്. അപ്പോൾ ഈ നിലവാരത്തിൽ കർത്താവിനെ സ്നേഹിച്ച്, അതുപോലെ തന്നെ മനുഷ്യരെ സ്നേഹിക്കുന്ന കാര്യമോ, നമുക്ക് വിശക്കണതിന് മുമ്പ് തന്നെ നമ്മൾ ആഹാരം കഴിക്കും. അതുപോലെ തന്നെ നമുക്ക് വേദനിച്ചാൽ, നമുക്ക് മുറിവേറ്റാൽ നമ്മളതിനെ ശുശ്രൂഷിക്കും. നമ്മൾ ക്ഷീണിച്ചാൽ നമ്മൾ കിടക്കും. എന്നാൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള നമ്മുടെ കൺസേൺ എങ്ങനെയുണ്ട്? കുറച്ചൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. നമുക്കങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയില്ല. ഇത് ഒരു നിമിഷത്തേക്കല്ല, ഒരു വ്യക്തിയോടല്ല, ജീവിതത്തിലുടനീളം ഈ നിലവാരത്തിൽ ജീവിച്ച് രക്ഷ പ്രാപിക്കാനായിട്ട്, നീതീകരണം പ്രാപിക്കാനായിട്ട് ഒരു മനുഷ്യനും കഴിയുകയില്ല. കർത്താവിനോട് പറയാണ്, ഇങ്ങനെയെങ്കിൽ നീ അത് രക്ഷ പ്രാപിക്കേ. അവൻ്റെ ചോദ്യം മനസ്സിലാക്കിയിട്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. അവനെ പരീക്ഷിക്കാനായിട്ട് ചോദിച്ചു. അവൻ്റെ ഉദ്ദേശം അതായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നീ ഉത്തരം പറഞ്ഞത് ശരി, ഈ നിലവാരത്തിലാണെങ്കിൽ നിനക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കും, നീ അങ്ങനെ ചെയ്യേ. ആർക്കും കഴിയുകയില്ല. നിയമം, ന്യായപ്രമാണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നീതീകരണത്തിന് സാധിക്കുകയില്ല. നിയമം അനുസരിച്ചതുകൊണ്ട്, അതുപോലെ തന്നെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയുകയില്ല, രക്ഷിക്കപ്പെടാനായിട്ട് കഴിയുകയില്ല. മാത്രമല്ല, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ വിശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പറയുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ ജീവിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരികയല്ലാതെ, ദൈവത്തിൻ്റെ ക്രൂശിൻ്റെ അടുത്തേക്ക് വരികയല്ലാതെ മനുഷ്യർക്ക് നിവൃത്തിയില്ല. രക്ഷിക്കപ്പെടാനും രക്ഷിക്കപ്പെട്ട മനുഷ്യർക്കും വർത്തമാനകാല ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോഴും ദൈവമേ, ഞാൻ ഈ നല്ല പ്രവൃത്തികൾ ചെയ്തു, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ചെയ്യുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് എല്ലാ നല്ല പ്രവൃത്തികൾക്കുമായിട്ടും ക്രിസ്തുയേശുവിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, ചെയ്യണം എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ തന്നെ അതിൻ്റെ പുകഴ്ചയെടുക്കുവാൻ, അതിന് മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ നിന്ന് ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞ് സ്വയം നീതീകരിക്കുവാനായിട്ട് മനുഷ്യർക്ക് കഴിയുകയില്ല. ന്യായപ്രമാണം അല്ലെങ്കിൽ നിയമം എന്നുള്ളത് ഒരു കണ്ണാടി പോലെയാണ് എന്ന് പറയാറുണ്ട്. ന്യായപ്രമാണം ഒരു കണ്ണാടി പോലെയാണ്. അത് നമ്മുടെ ബലഹീനതയെ, നമ്മുടെ പരിമിതിയെ, നമ്മുടെ പാപത്തെ വെളിപ്പെടുത്തുന്ന കണ്ണാടി. ഒരു കണ്ണാടി നമ്മുടെ മുഖത്ത് ചെളിയുണ്ടോ എന്ന് കാണിച്ചു തരുന്നത് കണ്ണാടിയാണ്. മുഖത്ത് അഴുക്കുണ്ടോ എന്ന് കാണിച്ചു തരുന്നത് കണ്ണാടിയാണ്. കണ്ണാടിയിൽ നോക്കി നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ അഴുക്കുണ്ട് എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അഴുക്കോടെ വെച്ചുകൊണ്ടിരിക്കുമോ? വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും ശുദ്ധീകരിക്കുവാനായിട്ട്. അതുപോലെ തന്നെ ന്യായപ്രമാണവും നിയമവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ, ദൈവത്തെ നോക്കി കണ്ണാടിയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ലല്ലോ, ഞാൻ ബലഹീനനാണല്ലോ, എൻ്റെ പരിമിതികളെ വരുമ്പോൾ പശ്ചാത്തപിക്കുവാൻ, ആ വെള്ളത്തിൻ്റെ അരികിലേക്ക്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും മടങ്ങിച്ചെല്ലുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന ന്യായപ്രമാണമാണ്. മറ്റൊരു വേദഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ന്യായപ്രമാണം അത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നടത്തുന്ന ശിശുപാലകനായിട്ടിരിക്കുന്നു. ഒരു സ്കൂൾ ടീച്ചറായിട്ട് ഒരു ശിശുവിനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുന്ന ഒരു ശിശുപാലകനായിട്ടിരിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ന്യായപ്രമാണം മനസ്സിലായില്ലെങ്കിൽ കൃപ എന്തെന്ന് മനസ്സിലാവുകയില്ല. ന്യായപ്രമാണം മനസ്സിലായില്ലെങ്കിൽ ദൈവത്തിൻ്റെ ദയയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ കർത്താവ് അവനോട് പറയുന്നത്, നീ പോയി അനുസരിക്കേ, അവന് കഴിയുകയില്ല എന്നുള്ളത് അറിയാം. ഇത് കേട്ട് കഴിയുമ്പോൾ അവൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? നീ പോയി അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവന് കാര്യം മനസ്സിലായി.
എന്തായിരുന്നു ആക്ച്വലി അവൻ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? അവൻ്റെ ജീവിതത്തെ അവൻ കണ്ണാടി പോലെ ഈ പറഞ്ഞ പ്രമാണത്തെ നോക്കി പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുന്ന പ്രമാണം അവൻ്റെ മുമ്പിൽ കർത്താവ് ഒരു കണ്ണാടി പോലെ വെച്ചു കൊടുക്കുമ്പോൾ അതിലേക്ക് നോക്കിയിട്ട് അവൻ ചോദിക്കേണ്ടിയിരുന്നത്, കർത്താവേ, അല്ലെങ്കിൽ കർത്താവേ എന്ന് വിളിക്കണ്ട, അയ്യോ എനിക്കിത് കഴിയുന്നില്ലല്ലോ, എനിക്കിതെൻ്റെ ജീവിതത്തിൽ സാധിക്കുന്നില്ലല്ലോ, ഞാൻ പ്രമാണത്തെ അറിയുന്നവനാണ്, ന്യായപ്രമാണം അറിയുന്നവനാണ്, കൃത്യമായിട്ട് കാര്യങ്ങളെ ചെയ്യുന്നവനാണ്, ദൈവം പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾക്കൊത്തവണ്ണം കരം കൊടുക്കുന്നവനാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യ, എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്ന് കരുതി അവൻ പശ്ചാത്തപിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. നമ്മുടെ ജീവിതത്തിലേക്കും ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ മുറുകെ പിടിക്കാതെ, ഈ പ്രമാണങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നത്, ദൈവത്തിൻ്റെ നിയമങ്ങളും ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മളെ കാണിച്ചു തരുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞത് പറയരുത്, ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ ആ ദൈവം ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിൽ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. ആ ബോധ്യം നമ്മളെ നയിക്കുന്നത് എങ്ങോട്ടാണ്? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്കാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡിനൊപ്പം എനിക്ക് ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതാണ് പരിശുദ്ധം. നമ്മൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ്, ആ ബാലൻസ് മാറിങ്ങ് താത്തി വെച്ചിരിക്കുക. നമ്മുടെ ലെവലിൽ ചാടാനായിട്ട് അത് താത്തി വെച്ചിട്ട് ചാടിക്കടന്നിട്ട് പറയുകയാണ്, കർത്താവെ കണ്ടോ അല്ലേ, ഞാൻ ചാടിക്കടന്നിരിക്കുന്നു. ഇതല്ലേ നമ്മുടെ മനോഭാവം. കർത്താവ് വെച്ചിരിക്കുന്ന നിലവാരം ഒരു മനുഷ്യർക്ക് ചാടിക്കടക്കുവാൻ പറ്റാത്ത നിലവാരത്തിലാണ് നമ്മുടെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് കർത്താവ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോഴെന്താ, നമുക്ക് പറ്റുന്നത് പോലെ പരിശ്രമിച്ച് കടന്നിട്ട് കർത്താവെ നീ എന്നെ കടത്തിയതാണെന്ന് പറയാനല്ലാതെ സ്വയം നീതീകരിക്കുവാനായിട്ട് മനുഷ്യർക്ക് കഴിയുകയില്ല. അത് രക്ഷയെ സംബന്ധിച്ച് മാത്രമേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ വിശുദ്ധ ജീവിതത്തെ സംബന്ധിച്ച് ഇത് തന്നെയാണ്. കൃപയാലല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുകയില്ല. ഇത് കർത്താവ് എന്നെ ബോധ്യപ്പെടുത്തുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3:20 പറയുന്നത്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഇതാണ് യേശു പറഞ്ഞു. നമുക്ക് വേദഭാഗത്തേക്ക് വരാം. യേശു പറഞ്ഞു, നീ പോയി അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ന്യായശാസ്ത്രി അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. ന്യായശാസ്ത്രിക്ക് കാര്യം മനസ്സിലായി. ന്യായശാസ്ത്രിക്ക് മനസ്സിലായി ഇത് തൻ്റെ സ്വയനീതിക്ക് നേരെയുള്ള ശക്തമായിരിക്കുന്ന ഒരു സന്ദേശമാണ്, ഒരു അറ്റാക്കാണ് കർത്താവ് നടത്തുന്നത്. ന്യായശാസ്ത്രിക്ക് മനസ്സിലായി. ന്യായശാസ്ത്രി പറഞ്ഞു, അങ്ങനെയാണോ, എന്നാൽ ജീവിക്കുന്നു. അവൻ തന്നെത്താൻ നീതീകരിക്കാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, ആരാ എൻ്റെ കൂട്ടുകാരൻ പറ. ഇങ്ങനെയാണ് കർത്താവ് അവൻ ചോദിക്കുന്നത്. പറ, നീ ആരാ എൻ്റെ കൂട്ടുകാരൻ? അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് അവന് ഒരു ബോധ്യം അവനുണ്ട്, അവന് കോൺഫിഡൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് അവൻ ചോദിക്കുന്നില്ല കേട്ടോ. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു നീതി അവൻ്റെ ഉള്ളിൽ അപ്പോഴും കിടക്കുക. എന്നാൽ അവൻ മനുഷ്യനെ ഇതുപോലെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ചെറിയൊരു കുറവ് അവനിൽ കണ്ടു കഴിയുമ്പോൾ അവൻ ചോദിക്കുകയാണ്, ഇനി ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നത്? ഞാൻ സ്നേഹിക്കാൻ എൻ്റെ നിലവാരത്തിലുള്ള കൂട്ടുകാരനെ ഇനിയും നീ കാണിച്ചതാ. ഇതാണ് അവൻ്റെ ചോദ്യം. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവന് ദൈവത്തെ സ്നേഹിക്കുന്നു എന്നവനൊരു ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുക. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു അവകാശപ്പെടുന്നതിൻ്റെ കാരണം അവൻ ന്യായശാസ്ത്രിയാണ്. അവൻ പരീശനെ പോലെ ന്യായപ്രമാണത്തിലെ കൽപ്പനകളെ അതുപോലെ അനുസരിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്നു, പതാരം കൊടുക്കുന്നു, ജീരകം, ചതകുപ്പ ഇവയ്ക്കൊക്കെ പതാരം കൊടുക്കുന്നു, ന്യായപ്രമാണം പഠിപ്പിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വിചാരം അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നാണ്. എന്നിട്ട് അവൻ പറയുക, പക്ഷേ മനുഷ്യനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ചോദിക്കുകയാണ്, അവൻ സ്നേഹിക്കുന്നുണ്ട്. ആരെയാണ് സ്നേഹിക്കുന്നേ? അവൻ ന്യായശാസ്ത്രിമാരെ സ്നേഹിക്കുന്നുണ്ട്, പരീശനെ സ്നേഹിക്കുന്നുണ്ട്, അവൻ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അവരെ അവൻ സ്നേഹിക്കുന്നുണ്ട്. അതിലൊരു കുറവുണ്ടെങ്കിൽ നീ കാണിച്ചതാ എന്നാണ് കർത്താവിനോട് അവൻ പറയുന്നത്. അവൻ ദൈവ മുന്നിൽ എളിമപ്പെടാനായിട്ട് അവൻ്റെ സ്വയനീതി സമ്മതിച്ചില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് പറയുവാനായിട്ട് അവൻ്റെ സ്വയനീതി സമ്മതിച്ചില്ല. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഇവന് മനുഷ്യനെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നില്ല ആ നിലവാരത്തിൽ. അപ്പോൾ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും തെറ്റ്, മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും തെറ്റ്. അതിനാണ് കർത്താവ് അവൻ സ്വയം നീതീകരിക്കാൻ ഇച്ഛിച്ചുകൊണ്ട് ആരാണ് എൻ്റെ കൂട്ടുകാരൻ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്. അതിനാണ് ഇതിൻ്റെ ഉപമയിലേക്ക് കർത്താവ് കടന്നു വരുന്നത്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്നും യെരീഹോയിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞ് ഈ കഥ കർത്താവ് തുടങ്ങുകയാണ്. ഒരു മനുഷ്യൻ എന്നാണ് പറയുന്നത്, ഏത് മനുഷ്യൻ ആരെ എന്നൊന്നും പറയുന്നില്ല. ഒരു മനുഷ്യൻ അവൻ യെരുശലേമിൽ നിന്നും യെരീഹോയിലേക്ക് പോവുകയാണ്.
പോകുന്ന വഴിയിൽ അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ജെറുസലേം എന്ന് പറയുന്നത് ഒരു മലമുകളിലുള്ള ഒരു പട്ടണമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരു 2800-3000 അടി ഉയരത്തിലുള്ള പട്ടണമാണ് ജെറുസലേം. യെരിഹോ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 1000 അടി താഴെയുള്ള ഒരു പട്ടണമാണ് യെരിഹോ. ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട്. വളരെ ദുർഘടമായിരിക്കുന്ന പാതയാണ്. ഈ മല ഇറങ്ങി വരണം, വനമുണ്ട്, മലമടക്കുകൾ ഇറങ്ങി വളരെ ദുർഘടമായിരിക്കുന്ന പാത. എന്നാൽ ആ നാളുകളിൽ ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന പാതയാണ്. ആ പാതയിൽ അവൻ യാത്ര പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. കൊള്ളക്കാർ അവനെ പിടിച്ചു. നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. അവനെ അടിച്ചു, അവൻ്റെ സ്വത്തുവകകൾ അപഹരിച്ചു, സകല സമ്പത്തും എടുത്തു. മാത്രമല്ല അവൻ്റെ വസ്ത്രമെടുത്തു. വസ്ത്രത്തിനൊക്കെ അന്ന് വളരെ വിലയുള്ള സമയമാണ്. അവനെ നഗ്നനാക്കി അടിച്ചു, വീണ്ടും അടിച്ചു, മൃതപ്രായനാക്കി വിട്ടേച്ചു പോയി എന്നാണ് പറഞ്ഞത്. മരിച്ചു എന്ന് തോന്നിയപ്പോൾ രക്തത്തിൽ കുളിച്ച് അങ്ങനെ വഴി സൈഡിൽ ഉപേക്ഷിച്ച് അവനെ ഇട്ടേച്ച് കടന്നുപോയി. പിന്നീട് കാണുന്നത് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി എതിർച്ചയാ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. എതിർച്ചയാ ഒരു പുരോഹിതൻ യെരുസലേമിൽ നിന്നും യെരിഹോയിലേക്ക് പോകുന്ന വഴിയിൽ ഇവൻ്റെ അടുക്കൽ വന്നു. പുരോഹിതൻ അവനെ കണ്ടു, മാറി കടന്നുപോയി. അല്ലേ? പുരോഹിതൻ അവനെ കണ്ടിട്ട് അല്പം പോലും അവൻ്റെ കണ്ണിന് അവനോട് ദയ തോന്നിയില്ല. പറയുന്നത് ഒരു നല്ല വാക്കാ, അവൻ മാറി കടന്നുപോയി. കണ്ടു, മാറി കടന്നുപോയി. കാരണമൊന്നും പറയുന്നില്ല ഇവിടെ. എന്നാൽ ചില കാരണങ്ങൾ നമുക്ക് ഊഹിക്കാം. 2 ആഴ്ചയാണ് പുരോഹിതന്മാർക്ക് ജെറുസലേം ദേവാലയത്തിൽ ഡ്യൂട്ടി ഉള്ളത്. അപ്പോൾ യെരിഹോയിൽ നിന്നുള്ളവരുണ്ട്, അനുബന്ധ പട്ടണങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പുരോഹിതൻ 2 ആഴ്ചത്തെ ജെറുസലേമിലുള്ള ദേവാലയ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോകുന്ന വഴിയിൽ ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ തിരക്കിൽ പോവുകയാണ്. വൈഫ് അവിടെ കാത്തിരിക്കുന്നു, തിരക്കുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം കാരണം. അല്ലെങ്കിൽ ഇതൊരു മരിച്ചു കിടക്കുകയാണോ? ശവത്തെ തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധനാകും. അത് വീട്ടിലാണെങ്കിലും പുരോഹിതൻ അശുദ്ധനായിട്ട് അതിൻ്റെ ക്രിയകൾ ചെയ്യണം. 2 ആഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ്, ജെറുസലേം ഡ്യൂട്ടി കഴിഞ്ഞ് ഇനി അശുദ്ധനായി വീട്ടിലേക്ക് ചെല്ലാനോ? വേണ്ട. ഇതായിരിക്കാം ചിലപ്പോൾ കാരണം. അല്ലെങ്കിൽ ഇവനൊരു അടവായിട്ട് കിടക്കുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ ഇവനെ അടിച്ച കള്ളന്മാർ, അവൻ ഭയപ്പെട്ടിട്ടുണ്ടാകാം. കള്ളന്മാർ അവിടെ അടുത്ത സമീപത്തുണ്ടാകാം, ഭയപ്പെട്ടതായിരിക്കാം കാരണം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവനൊരു ശമര്യക്കാരനാണോ? ശമര്യക്കാരനെ തൊടാൻ പോലും സാധിക്കില്ല. ശമര്യക്കാരൻ മരിക്കുന്നെങ്കിൽ അത് വളരെ നല്ലത് എന്നാണ് യഹൂദൻ കരുതുന്നത്. എന്ത് കാരണമാണെങ്കിലും അവനെ കണ്ടു, അവൻ മാറി കടന്നുപോയി. പിന്നീട് കാണുന്നത് ഒരു ലേവ്യനും അതുപോലെ തന്നെ കടന്നു വന്നു. യഹൂദനെ സംബന്ധിച്ചും ലേവ്യനെ സംബന്ധിച്ചും കരുണ കാണിക്കേണ്ട ഏറ്റവും ഉത്തരവാദിത്വമുള്ളവർ അവരാണ്. ലേവ്യൻ വന്നു, അവനെ കണ്ടു, അതുപോലെ തന്നെ മാറി കടന്നുപോയി. പുരോഹിതനല്ലേ കൂടുതലായിട്ടും കരുണ കാണിക്കേണ്ടത്? ദൈവസ്നേഹത്തെക്കുറിച്ച് മനുഷ്യരെ പഠിപ്പിക്കുന്ന, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്ന, യാഗങ്ങൾ കൊണ്ടും അതുപോലെയുള്ള ചടങ്ങുകൾ കൊണ്ടും ബന്ധം സ്ഥാപിക്കുന്ന, ന്യായപ്രമാണത്തിൽ നിന്നും ദൈവസ്നേഹത്തെ അറിയുന്ന, ദൈവം അവരുടെ ഇസ്രായേലിനോട് കരുണ കാണിച്ചത് മനസ്സിലാക്കുന്ന ഒരു പുരോഹിതൻ കരുണ കാണിക്കണ്ടേ? ഒരു പുരോഹിതൻ ദയ കാണിക്കണ്ടേ? കാണിച്ചില്ല കേട്ടോ. അതുപോലെ തന്നെ ലേവ്യനും പുരോഹിതന്മാരെ ശുശ്രൂഷയിൽ സഹായിക്കുന്നവനാണ്. പുരോഹിതനെ സഹായിക്കുന്ന, ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന, ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന, ദൈവവുമായിട്ട് ബന്ധമുള്ള, ദൈവസ്നേഹത്തെ വിശദീകരിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കണമെന്ന് കൽപ്പിക്കുന്ന, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെന്ന് നിർബന്ധിക്കുന്ന, അവന് ഒരു ദയവർഹിക്കുന്ന, രക്തത്തിൽ കുളിച്ച് മരണാസന്നനായി കിടക്കുന്ന ഈ മനുഷ്യനോട് കരുണ കാണിക്കുവാനായിട്ട്, ദയ കാണിക്കുവാനായിട്ട് മനസ്സ് വന്നില്ല. പിന്നീടാണ് ഒരു ശമര്യക്കാരൻ വരികയാണ്. ഒരു ശമര്യക്കാരനോ വഴി പോകുകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു. ഒരു ശമര്യക്കാരൻ അരികിലേക്ക് വരികയാണ്. മറ്റ് 2 പേരും മാറി കടന്നുപോയി, ദൂരത്തൂടെ നോക്കി മാറി കടന്നുപോയപ്പോൾ ശമര്യക്കാരൻ എന്താ ചെയ്തത്? അവനെ കണ്ടിട്ട് അവൻ്റെ മനസ്സലിഞ്ഞു. ശമര്യക്കാരൻ എന്ന് പറയുമ്പോൾ യഹൂദനും ശമര്യനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവർ പരസ്പരം ശത്രുതയിലാണ്.
പരസ്പരം ഒരു ശമര്യക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു യഹൂദൻ വെള്ളം വാങ്ങി കുടിക്കുകയില്ല. അതുപോലെ തന്നെ യഹൂദൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുകയില്ല. ശമര്യക്കാരൻ ആരാധനയില്ല. ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശനമില്ല. ജെറുസലേം ദേവാലയത്തിൽ യാഗം കഴിക്കാനായിട്ട് അവന് സാധിക്കുകയില്ല. ഏറ്റവും അധകൃതനായിട്ട് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് പോലെ പഴയ കാലത്ത് എങ്ങനെ കരുതിയിരുന്നു അതുപോലെ യഹൂദൻ കരുതുന്ന ശമര്യൻ, അതുപോലെ തന്നെ ശമര്യനുമായിട്ട് യഹൂദന് ശത്രുതയാണ്. ഈ ശമര്യൻ ഒരു കണക്കിൽ പറഞ്ഞാൽ ഒരു നന്മ കാണിക്കാൻ സാധ്യതയില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു ദയ കാണിക്കേണ്ട എന്ന് ഒരു മനുഷ്യന് തോന്നുന്നുവെങ്കിൽ അവന് ശമര്യന് തോന്നിയാൽ മതി. എന്നാൽ ശമര്യൻ കടന്നു വന്നു. ശമര്യൻ്റെ ചരിത്രം നമുക്ക് അറിയാവുന്നതായിരിക്കും. എങ്ങനെയാണ് ഇവർ ശത്രുതയിൽ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. എങ്കിൽ ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. ഇസ്രായേൽ എന്ന് പറയുന്ന 12 ഗോത്രങ്ങളുള്ള രാജ്യം ശലോമോൻ്റെ ഭരണകാലത്തിന് ശേഷം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് വടക്കൻ ഇസ്രായേൽ എന്നും തെക്ക് യഹൂദ എന്നും പറയുന്ന 2 രാജ്യമായിട്ട് ഡിവൈഡ് ചെയ്തു. വടക്കൻ ഇസ്രായേൽ എന്ന് പറയുന്ന 10 ഗോത്രങ്ങളും തെക്ക് 2 ഗോത്രങ്ങളടങ്ങിയ യഹൂദയും ബെന്യാമിൻ എന്ന് പറയുന്ന 2 ഗോത്രങ്ങളടങ്ങിയ രാജ്യം. 722 BC അസീറിയൻസ് വന്ന് വടക്കൻ ഗോത്രത്തെ, അല്ലെങ്കിൽ ശമരിയ എന്നവർ വിളിക്കുന്ന വടക്കൻ 10 ഗോത്രങ്ങളടങ്ങിയ രാജ്യത്തെ കീഴടക്കി. അസീറിയൻസ് അവിടെ നിന്നും അവിടെയുള്ള പ്രാധാന്യമുള്ള ആളുകളെയൊക്കെ, വെറും സാധാരണക്കാരും കൃഷിക്കാരുമായിരിക്കുന്ന ആളുകളെ അവിടെ വിട്ടുകൊണ്ട് മറ്റുള്ളവരെല്ലാം അവർ പിടിച്ചുകൊണ്ട് പോയി. അവർ അവിടെ വന്ന് താമസമാക്കി. അങ്ങനെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അതൊരു സങ്കരജാതിയായിട്ട് തീർന്നു. ഒരു മിക്സ് ജാതിയായിട്ട് ഈ വടക്കൻ ഗോത്രത്തിലുള്ള ആളുകൾ തീർന്നു. അവർക്ക് പരസ്പരം വഴക്കാണ്. ജെറുസലേം ദേവാലയം പണിയുവാനായിട്ട് പിന്നീട് നെബൂഖദ്നേസറിൻ്റെ കാലത്ത് യഹൂദ പ്രവാസത്തിലേക്ക് പോയിട്ട് മടങ്ങി വന്നപ്പോൾ ജെറുസലേം ദേവാലയം പണിയുവാനായിട്ട് ഇവിടെയുള്ളവർ സമ്മതിച്ചില്ല. അങ്ങനെ പരസ്പരം വൈരാഗ്യമുള്ള വഴക്കുള്ളവരാണ് ശമര്യക്കാരും അതുപോലെ തന്നെ യഹൂദന്മാരും. അതുകൊണ്ടാണല്ലോ കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ശമര്യക്കാരി സ്ത്രീയോട് വെള്ളം വാങ്ങിച്ചു കുടിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ഞാൻ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് വെള്ളം ചോദിക്കില്ലായിരുന്നു, ശമര്യക്കാരി സ്ത്രീ പറയുന്നു. അതിനുശേഷം ശിഷ്യന്മാർ വെള്ളം വാങ്ങിച്ചു കുടിക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ പറയുക, ഇവൻ വെള്ളം വാങ്ങിച്ചു കുടിച്ചത് ആരാണെന്ന് അവൻ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിലയിലൊരു വെള്ളം വാങ്ങി കുടിക്കാൻ പോലും ബന്ധമില്ലാത്ത, ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഈ ശമര്യക്കാരൻ, നന്മ കാണിക്കാൻ സാധ്യതയില്ലാത്തൊരു മനുഷ്യൻ എന്ന് കണക്കാക്കിയാൽ മതി. അവൻ അടുത്തു വന്നു. അവനാണ് കരുണ തോന്നിയത്. അവനോട് മനസ്സലിഞ്ഞു. മനസ്സലിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും മനസ്സലിയാറുണ്ട് അല്ലേ? നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് മനസ്സലിവുണ്ട്. എങ്ങനെയാണ് മനസ്സലിയുന്നത്? നമ്മൾ കട്ടിലിൽ കിടന്നുകൊണ്ട് പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിചാരപ്പെട്ട് മനസ്സലിയാറുണ്ട്. ഇതല്ല കേട്ടോ മനസ്സലിവ്. മനസ്സലിവ് സ്നേഹമെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ത്യാഗമുണ്ട്, അതിൻ്റെ പിന്നിലൊരു പ്രവൃത്തിയുണ്ട്. മനസ്സലിയുമ്പോൾ അതിന് പ്രകടമായിരിക്കുന്ന അതിൻ്റെ പിന്നിൽ കഷ്ടതയുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു പ്രവൃത്തിയില്ലാതെ മനസ്സലിഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ അതാണ്, അവൻ കണ്ടു, മനസ്സലിഞ്ഞു, മാറി കടന്നുപോയി. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അല്ല, അവൻ മനസ്സലിഞ്ഞു, അതിൻ്റെ അടുത്തേക്ക് വന്നു, മാറി കടന്നുപോയില്ല, അടുത്തേക്ക് വന്നു. അവൻ്റെ കയ്യിൽ അവൻ ഉപയോഗിക്കാനുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവ് കെട്ടി, വീഞ്ഞുകൊണ്ട് കഴുകി എണ്ണ ഒഴിച്ച് മുറിവ് കെട്ടി. മുറിവ് കെട്ടുവാനുള്ള തുണി ഒരുപക്ഷെ അവൻ്റെ വസ്ത്രം കീറി അവൻ മുറിവ് കെട്ടി. പിന്നീട് അവൻ്റെ വാഹനത്തിൻ്റെ പുറത്ത് കയറ്റി, കഴുതയായിരിക്കും, കഴുതയുടെ പുറത്ത് അവൻ കയറ്റി സത്രത്തിലേക്ക് കൊണ്ടുപോയെന്ന് മാത്രമല്ല കേട്ടോ, അവൻ പിറ്റേ ദിവസമാണ് 2 വെള്ളിക്കാശ് കൊടുക്കുന്നത്. ആ രാത്രിയിൽ അവനെ ശുശ്രൂഷിച്ചു, ഉറങ്ങാതെ ഇരുന്നു. ഇല്ല, ഒരു രാത്രി അവനെ ശുശ്രൂഷിച്ചുകൊണ്ട്, ആരാണെന്നറിയില്ല, അവൻ യഹൂദനാണോ എന്നറിയില്ല. വസ്ത്രമുണ്ടായിരുന്നുവെങ്കിൽ അറിയാമായിരുന്നു, വസ്ത്രത്താൽ യഹൂദനെയും ശമര്യനെയും ഒക്കെ കുറേയൊക്കെ തിരിച്ചറിയാം. സംസാരിക്കുമായിരുന്നെങ്കിലും അറിയാമായിരുന്നു. ഇത് രണ്ടുമില്ലാത്തവനാണ്, സംസാരിക്കുന്നില്ല, മൃതപ്രായനാണ്, അവന് വസ്ത്രവുമില്ല. ഇവനൊരു യഹൂദനാണോ എന്ന് ശമര്യൻ അറിയില്ല, ശത്രുവാണോ എന്നറിയില്ല. അവനെ ഈ നിലയിൽ അവനെ ശുശ്രൂഷിച്ച് എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി നടന്ന് അവൻ്റെ വസ്ത്രം കീറി അവൻ്റെ മുറിവുകളെ കെട്ടി സത്രത്തിൽ കൊണ്ടുപോയി ഒരു രാത്രി മുഴുവനും അവന് കാവലിരുന്ന് ശുശ്രൂഷ ചെയ്തിട്ട് പിറ്റേന്നാൾ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് സത്രമുടവൻ്റെ കയ്യിൽ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇവന് ശുശ്രൂഷ ചെയ്യണം. 2 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ നല്ലൊരു തുകയാണ്. ആഴ്ചകളോളം ആ സത്രത്തിൽ താമസിക്കാൻ ചിലവാകുന്ന ഒരു തുകയാണ് കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, ഇനിയും ഇവൻ എന്തെങ്കിലും ചിലവ് വരുത്തുന്നുവെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാം. അന്നത്തെ കാലത്ത് കടപ്പെട്ട് കഴിഞ്ഞാൽ, സാമ്പത്തികമായി കടപ്പെട്ട് കഴിഞ്ഞാൽ പെടുന്നവൻ അടിമയാകണമെന്നുള്ളതാണ് നിയമം.
അപ്പോൾ ഇവൻ അവിടെ നിന്ന് 2 വെള്ളിക്കാശ് തീർന്നു കഴിഞ്ഞ് ഇനിയും അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ അവിടെ കിടന്ന് അവരുടെ ശുശ്രൂഷ ഏറ്റുകഴിഞ്ഞാൽ അവൻ കടപ്പെട്ട തുകയ്ക്ക് അവൻ അടിമയായിത്തീരും. അപ്പോൾ അടിമയ്ക്കുള്ള തുകയും കൊടുത്ത് ഞാൻ തീർത്തുകൊള്ളാമെന്നുള്ള വാഗ്ദാനം ചെയ്തിട്ടാണ് ഈ ശമര്യക്കാരൻ അവിടെ നിന്ന് പോകുന്നത്. എത്ര വലിയൊരു സ്നേഹമാണല്ലേ, മഹാസ്നേഹം! വർണ്ണിക്കുവാനും വിശദീകരിക്കുവാനും കഴിയാത്ത ഒരു വലിയ സ്നേഹമാണ് ഇവൻ കാണിച്ചത്. നിസ്തുല്യമായിരിക്കുന്ന, നമ്മളിങ്ങനെ പറയാം, ലാവിഷായിരിക്കുന്ന സ്നേഹം, വലിയ സ്നേഹം. ഇത് കാണിച്ചിട്ടാണ് എന്നിട്ട് കർത്താവ് അവനോട് ചോദിക്കുക, 5:36, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു? അവൻ മറുപടി പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ ചോദിക്കുന്നത്, ഇവൻ ന്യായശാസ്ത്രി കർത്താവിനോട് ചോദിച്ചത് 29ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അവൻ തന്നെത്താൻ നീതീകരിക്കാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എൻ്റെ കൂട്ടുകാരൻ ആർ എന്നാണ് അവൻ ചോദിച്ചത്. കർത്താവ് ഇവിടെ മറുപടി പറയുന്നത്, ആരാ നിൻ്റെ കൂട്ടുകാരൻ എന്നല്ല, നീ എല്ലാവർക്കും നല്ല കൂട്ടുകാരനാകണം എന്നാണ് കർത്താവ് പറയുന്നത്. ആരാണ് നല്ല കൂട്ടുകാരൻ എന്ന് കാണിച്ചു കൊടുക്കുകയല്ല, അവനോട് പറയുകയാണ്, നീ തിരഞ്ഞെടുക്കാതെ ആവശ്യത്തിലുള്ള എല്ലാവർക്കും നീ ഒരു നല്ല സ്നേഹിതനാകണം, നീ ഒരു നല്ല കൂട്ടുകാരനാകണം. ഇതാണ് കർത്താവിൻ്റെ മറുപടി. കൂട്ടുകാരനെ നീ തിരഞ്ഞെടുക്കണ്ട. കൂട്ടുകാരെയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുക, നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ നന്മ ചെയ്യുന്ന ആളുകളുടെ ചില രൂപം നമ്മുടെ മനസ്സിലുണ്ട്. ചില ആളുകൾ സഹായിക്കാൻ കൊള്ളാവുന്ന, എനിക്ക് എൻ്റെ സ്റ്റാൻഡേർഡിൽ സഹായിക്കാൻ കൊള്ളാവുന്ന ചില ആളുകൾ എനിക്ക് ചുറ്റുമുണ്ട്. തിരഞ്ഞെടുക്കുക. കർത്താവ് അങ്ങനെയല്ല പറഞ്ഞത്, നീ എല്ലാവർക്കും, നിൻ്റെ ശത്രുക്കൾക്കും, ഇവിടെ ശത്രുക്കളെ സ്നേഹിക്കുന്ന, ഇതുപോലെ നീ എല്ലാവർക്കും കൂട്ടുകാരനാകണം. ഈ സ്റ്റാൻഡേർഡാണ് കർത്താവ് പറയുന്നത്. ആരെന്ന് നോക്കാതെ മനസ്സലിവ് കാണിക്കണം, സ്നേഹിക്കണം. ഇതാണ് കർത്താവ് പറയുന്നത്. ഇവൻ എന്നിട്ട് കർത്താവ് എന്താ പറയുന്നേ? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. അവൻ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ. ഇവിടെ അവൻ ഇത് പറഞ്ഞിട്ടും മാനസാന്തരപ്പെടുന്നില്ല കേട്ടോ. അവൻ്റെ വാക്കിൽ നിന്ന് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവൻ പറയേണ്ടത് എന്താ? ആ ശമര്യക്കാരൻ, അവനാണ് അവനോട് കരുണ കാണിച്ചത് എന്ന് പറയേണ്ടത് സ്ഥാനത്ത് അവൻ പറയാം, ആ കരുണ കാണിച്ചവൻ. ശമര്യൻ എന്ന് പറയുന്ന വാക്കവൻ വായിലെടുക്കാനായിട്ട് മടിക്കുക. ഈ സമയത്തും അവൻ്റെ സ്വയനീതിയെ വെളിപ്പെടുത്തുന്ന ഈ കഥ അവനോട് പറയുമ്പോഴും അവന് ശമര്യക്കാരനെ സ്നേഹിക്കാനായിട്ട് അപ്പോഴും മനസ്സില്ല. പറയേണ്ടത് ശമര്യക്കാരൻ എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു ശമര്യക്കാരൻ ആ വഴി വന്നു എന്ന് കർത്താവ് അവനോട് പറയുക. അവൻ പറയാം, ആ ശമര്യക്കാരൻ അവൻ തിരിച്ചു പറയുന്നില്ല. അവൻ പറയാണ്, ആ കരുണ കാണിച്ചവൻ അവനാണ് നല്ല സ്നേഹിതനെന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നവനാണോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മനുഷ്യരെ സ്നേഹിക്കുവാനായിട്ട് കഴിയും. മനുഷ്യരെ സ്നേഹിക്കാതെ, മനുഷ്യരുടെ സങ്കടങ്ങളെ കാണാതെ, സങ്കടങ്ങളിൽ കരുണ കാണിക്കാത്ത ഒരുവന് ഈ ന്യായശാസ്ത്രിയെ പോലെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. മനുഷ്യരെ സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് മനസ്സലിവുള്ളവരായി തീരുക എന്നുള്ളത്. മനസ്സലിവുള്ളവരായിട്ട് തീരുക. സ്വയനീതിക്ക് നേരെയുള്ള ഒരു ശക്തമായിരിക്കുന്ന ഒരു വെല്ലുവിളിയാണ് കർത്താവ് നടത്തുന്നത്. കർത്താവ് അവനോട് പറഞ്ഞത്, ഇത് നീ ഇങ്ങനെയൊക്കെ പോയി ജീവിച്ച് രക്ഷപ്രാപിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. പലപ്പോഴും ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു അർത്ഥമുണ്ട്, അത് താഴേക്ക് വരുമ്പോൾ പറയാം. എന്നാൽ കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം, നിനക്ക് രക്ഷപ്പെടാനായിട്ട് സ്വയം പ്രശംസിക്കാനായിട്ട് കഴിയുകയില്ല. നിനക്ക് നിൻ്റെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, നിൻ്റെ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട്, മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട്, ആ സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊണ്ട് നീതീകരിക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല എന്ന് കർത്താവ് അവന് ബോധ്യം വരുത്തുകയാണ്. അതിൻ്റെ ഉദ്ദേശം അവൻ മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്. ചുങ്കക്കാരും വേശ്യമാരും കർത്താവിനെ കണ്ട് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വന്ന പോലെ ഈ പരീശനും ഈ ന്യായശാസ്ത്രിയും, അയ്യോ
ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് രക്ഷകനായിരിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ അടുത്തേക്ക് കടന്നു വരണം. കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം അതാ. സ്വയനീതിക്ക് നേരെയുള്ള ശക്തമായിരിക്കുന്ന ഒരു താക്കീത്. ഇവിടെ ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥന ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒമ്പത് മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ രണ്ടുപേരെയും പ്രാർത്ഥന നമുക്കറിയാവുന്ന പ്രാർത്ഥനയാണ്. ചുങ്കക്കാരൻ വന്നു നിന്നുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട്, ഞാൻ കർത്താവേ, ഇങ്ങനെ ചുങ്കക്കാരൻ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അപ്പോഴെന്താ സംഭവിച്ചത്? അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ആരാ നീതീകരിക്കപ്പെട്ടെ? കർത്താവെ, നിൻ്റെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് യോഗ്യതയില്ല, എനിക്ക് നിൻ്റെ നിലവാരത്തിനൊത്ത ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ല കർത്താവെ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ച് തല കുനിച്ചു നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചവനെക്കുറിച്ച് കർത്താവ് പറയുന്നത് അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് വീട്ടിലേക്ക് പോയി. എന്നാൽ പരീശനോ? മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല, അതുകൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മൾക്ക് ഇങ്ങനെയുള്ള മനോഭാവം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റില്ല, പക്ഷെ ഉണ്ട് കേട്ടോ. നമുക്ക് പലപ്പോഴും പരീക്ഷ മനോഭാവം ഉണ്ടെന്നേ. ഞാൻ ചെയ്യുന്ന നന്മകളെക്കുറിച്ച്, ഞാൻ ചെയ്യുന്ന അനുസരണത്തെക്കുറിച്ച്, ഞാൻ ചെയ്യുന്ന എൻ്റെ ആരാധന, ഇതൊക്കെ എനിക്കൊരു വിലയുള്ളതായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ ദൈവം പറയുന്ന നിലവാരത്തിൽ ചാടിക്കിടക്കാനായിട്ട്, ദൈവം വെച്ചിരിക്കുന്ന നിലവാരത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഇത് ബോധ്യപ്പെടുത്തുകയാണ് കർത്താവ് ചെയ്യുന്നത്. കർത്താവ് ഇത് നമ്മുടെ മുമ്പിൽ ഒരു കണ്ണാടിയായിട്ട് വെച്ചിരിക്കുക. ന്യായപ്രമാണം പോലെ ഈ ഉപമയും ഒരു കണ്ണാടി പോലെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. നമ്മുടെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ നമ്മളെ തന്നെ പുകഴുന്നുണ്ടോ? അവനോട് തന്നെ ചുങ്കക്കാരൻ പരീശൻ പറഞ്ഞതുപോലെ അവനോട് തന്നെ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല. എന്നാൽ രണ്ടാമത് ആയിട്ട് പറയട്ടെ, ഇവിടെ ലൂക്കോസ് എന്താണ് മനസ്സിലാക്കുന്നത്? ലൂക്കോസ് മനസ്സിലാക്കുന്നത് യേശുവാണ് ശമരിയൻ എന്നുള്ളതാണ്. കർത്താവ് ന്യായപ്രമാണത്തെ കണ്ണാടി പോലെ കാണിച്ചു കൊടുക്കുമ്പോൾ ലൂക്കോസ് കാണിച്ചു തരുന്നത് കർത്താവ് യേശുക്രിസ്തുവാണ് ആ നല്ല ശമരിയൻ. കർത്താവിൻ്റെ മരണശേഷമാണ് ലൂക്കോസ് ഇത് എഴുതുന്നത്. ലൂക്കോസ് മനസ്സിലാക്കിയ കർത്താവ് നല്ല ശമരിയക്കാരനാണ്. ഈ ലൂക്കോസിനെ വായിക്കുന്ന നമ്മളും മനസ്സിലാക്കാനായിട്ട് ലൂക്കോസ് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ആ നല്ല ശമരിയക്കാരനാണ് കർത്താവ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ കാണിച്ചു തരികയാണ് ഇവിടെ. എന്താണ് കർത്താവ് ചെയ്തത്? പാപത്തിൻ്റെ അടിയേറ്റ് നഗ്നനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി, മരിച്ചവനായി വഴിയിൽ കിടന്ന നമ്മുടെ അടുത്തേക്ക് കർത്താവായ യേശുക്രിസ്തു കടന്നു. ഒരാവശ്യമുണ്ടായിരുന്നില്ല അല്ലേ? ആരാണെന്ന് നോക്കിയില്ല. ആ നല്ല ശമരിയക്കാരൻ കടന്നു വരുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നു. അവന് മനസ്സലിഞ്ഞു. ഒരു കണ്ണിനും ദയ തോന്നാതെ വഴി സൈഡിൽ കിടന്ന നമ്മുടെ നീതിപ്രവൃത്തികൾക്ക്, നമ്മുടെ സൽപ്രവൃത്തികൾക്ക്, നമ്മുടെ ആചാരങ്ങൾക്ക്, നമ്മുടെ അനുഷ്ഠാനങ്ങളൊക്കെ നമ്മളോട് മനസ്സലിഞ്ഞില്ല. രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരൊക്കെ നമ്മളെ കണ്ട് മാറിക്കടന്നുപോയി. നമ്മുടെ സൽപ്രവൃത്തികൾ കടന്നുപോയി. നമ്മൾ പുകഴുന്ന നമ്മുടെ നീതിപ്രവൃത്തികൾ ഒക്കെ രക്ഷിക്കാൻ പര്യാപ്തമല്ലാത്ത ഇവയൊക്കെ നമ്മളെ കണ്ടിട്ട് ദയ തോന്നാതെ ഇവയൊക്കെ മാറി കടന്നുപോയപ്പോൾ നമ്മളെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു വന്ന് നമ്മുടെ മുറിവുകളെ കഴുകി നമ്മളെ സുരക്ഷിതമായിരിക്കുന്ന സ്ഥലത്തെത്തി. മാത്രമല്ല, ഒരിക്കലും അടിമയാകാതെ വണ്ണം അത് മുഴുവനും കൊടുത്തു തീർത്തുകൊണ്ട് സ്വതന്ത്രരാക്കി. ഈ നല്ല ശമരിയക്കാരനെയാണ് ലൂക്കോസ് കാണുന്നത്. ഈ ശമരിയക്കാരനെ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. എല്ലാവരും മാറിക്കടന്നു പോയപ്പോൾ, മനസ്സലിയാതെ എല്ലാവരും ഒരു കണ്ണിനും ദയ തോന്നാതെ കിടന്നപ്പോൾ, പരിശ്രമിച്ചു നോക്കിയ നമ്മുടെ പരിശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മളെ തേടി വന്ന നല്ല ശമരിയക്കാരൻ.
ഇതാണ് ലൂക്കോസ് നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. കർത്താവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം താൻ രക്ഷിച്ച തൻ്റെ ജനം തന്നെ പോലെ ആകണമെന്നുള്ളതാണ്. തൻ്റെ ജീവനെ കൊടുത്ത് എല്ലാം കൊടുത്ത് രക്ഷിച്ച തൻ്റെ മക്കൾ തന്നെ അനുകരിക്കണമെന്നുള്ള മാതൃകയാണ് കർത്താവ് ഇവിടെ വെച്ചു പോകുന്നത്. നമ്മൾ നല്ല ശമരിയക്കാരനാകണം എന്നുള്ള മാതൃക. മനസ്സലിവുള്ളവരാകുവാൻ, മനുഷ്യരുടെ സങ്കടങ്ങളെ കണ്ട് കരുണ തോന്നുവാൻ, മറികടന്നു പോകാതെ കർത്താവിനെ പോലെ ദയ കാണിക്കുവാൻ ഒരു നല്ല ശമരിയക്കാരനാകുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ അവൻ തൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. എന്താണ് ആ മാതൃക? തൻ്റെ ക്രൂശിൻ്റെ മാതൃകയാണ്. മനസ്സലിയുമ്പോൾ അതിന് ക്രൂശിൻ്റെ ഒരു അനുഭവമുണ്ട് കേട്ടോ. വെറുതെ ഈ പറഞ്ഞതുപോലെ വെറുതെ മനസ്സലിയാനായിട്ട് കഴിയുകയില്ല. അതിനു വേണ്ടി വില മുടക്കണം, അതിനു വേണ്ടി കഷ്ടത അനുഭവിക്കണം. ഈ ഒരു മാതൃക കർത്താവ് നമ്മുടെ മുമ്പിൽ, ഈ നല്ല ശമരിയക്കാരനായിരിക്കുന്ന കർത്താവ് നമ്മളോട് ആഗ്രഹിക്കുന്നതാണ്, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. കർത്താവ് ഈ മാതൃകയാണ്. നമ്മൾ സ്നേഹിതന്മാരെ തിരഞ്ഞെടുക്കണ്ട, നമുക്കെല്ലാവർക്കും നല്ല സ്നേഹിതന്മാരായിരിക്കുക എന്നുള്ളതാണ്. കർത്താവ് നമ്മളെ നന്മ കണ്ട് തിരഞ്ഞെടുത്തതാണോ? കർത്താവ് നമ്മളെ ഇന്നയാൾ എന്ന് കണ്ട് തിരഞ്ഞെടുത്തതാണോ? നമ്മൾ സ്നേഹിതന്മാരെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണോ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:8 ഇങ്ങനെയാണ് പറയുന്നത്: നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെ വെളിപ്പെടുത്തുക. മാർട്ടിൻ ലൂതർ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയുണ്ട്: അയൽക്കാർ നമ്മുടെ സ്നേഹം കണ്ട്, മനസ്സലിവ് കണ്ടിട്ട് യേശുവാണ് എന്നും നമ്മളെക്കുറിച്ച് പറയണം. നമ്മുടെ മനസ്സലിവ് കണ്ട്, മനസ്സലിവിൻ്റെ പ്രവൃത്തി അനുഭവിച്ചിട്ട് നമ്മളോട് ചുറ്റും നിൽക്കുന്നവർ ഇവൻ യേശുവാണ് എന്ന് പറയണം. അയൽക്കാരന് നമ്മൾ കർത്താവാവണം, ക്രിസ്തുവാകണം. കർത്താവ് നമ്മളോട് കാണിച്ച മനസ്സലിവ് മറ്റുള്ളവരോട് കാണിക്കണം. ഇത് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണ്. നമ്മളെ തന്നെ പരിശോധിച്ചിട്ട് നിരന്തരം കർത്താവിൻ്റെ കുരിശിങ്കിലേക്ക്, കർത്താവിൻ്റെ കൃപയിലേക്ക്, കർത്താവിൻ്റെ ആ സ്നേഹത്തിലേക്ക് വീണ്ടും വീണ്ടും അടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കണ്ണാടി. ദൈവം നമ്മെ സഹായിക്കട്ടെ.